friends, welcome back to Ella's Kitchen and Beyond. ഓണമൊക്കെ അടുത്തിരിക്കുന്ന സമയമാണല്ലോ അല്ലേ? നമുക്ക് എല്ലാ വർഷത്തെ പോലെ ഈ വർഷം ആഘോഷിക്കാൻ പറ്റത്തില്ല എങ്കിലും നമുക്ക് വീടുകളിൽ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ഓണം ആഘോഷിക്കാം. അപ്പോൾ ഓണത്തിൻ്റെ വിഭവങ്ങൾ പലതും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഞാനടുത്ത് ഒരു പച്ചടി അങ്ങ് ഉണ്ടാക്കിയാലോ ഒന്ന്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക പച്ചടിയാണ്. നമ്മൾ പച്ചടി പാവയ്ക്ക കൊണ്ട് ഉണ്ടാക്കും, പിന്നെ ബീട്രൂട്ട്, വെള്ളരിക്ക ഇങ്ങനെ എല്ലാം കൊണ്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവം എന്ന് പറയുന്നത് വെണ്ടയ്ക്ക പച്ചടിയാണ്. അത് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വെണ്ടയ്ക്ക പച്ചടിക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെണ്ടയ്ക്ക തന്നെയാണ്. ഞാനൊരു 15 വെണ്ടയ്ക്ക കഴുകി അതിന് വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് അരിയുകയാണ്. അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്തതിന് ശേഷം വേണം അരിയാനായിട്ട്. ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് തിന്നായിട്ട് അരിയുന്നതാണ് വറുത്തെടുക്കാൻ കുറച്ച് എളുപ്പം. ഞാനൊരു 1/2 ഇഞ്ച് സൈസിൽ കണ്ടോ, ഇതുപോലെ ഒരു 1/2 ഇഞ്ച് സൈസിലാണ് എല്ലാം മുറിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പച്ചക്കറിക്കൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണല്ലോ. പിന്നെ വെളിച്ചെണ്ണ, ഒരു 3-4 പച്ചമുളക്. ഇത് അരിഞ്ഞിടുകയോ അരയ്ക്കുകയോ ചെയ്യാം, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില. നമ്മൾ മലയാളികൾക്ക് കറിവേപ്പില ഇല്ലാതെ എന്ത് കറിയാ അല്ലേ? പിന്നെ കുറച്ച് ഉണക്കമുളക് വേണം, അത് വറുത്തിടാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് കടുക്, അത് കുറച്ച് അരയ്ക്കാനും പിന്നെ കടുക് പൊട്ടിക്കാനും വേണം. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയത്, ഇതൊരു 4 ടേബിൾ സ്പൂണോളം വേണം. പിന്നെ നല്ല കട്ട തൈര്, ഇതൊരു 1 കപ്പ് തൈരുണ്ട്. അത് നന്നായിട്ടൊരു ഫോർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് മിക്സ് കൊണ്ട് നന്നായി മിക്സ് ചെയ്തതാണ്. നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചാൽ അത് വളരെ തിന്നായി പോകും. അതുകൊണ്ട് നമ്മൾ ഹാൻഡ് മിക്സ് കൊണ്ട് അടിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെണ്ടയ്ക്ക കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് തിരുമ്മി വെക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഉപയോഗിക്കുന്നത്. ഒത്തിരി മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല, അപ്പോൾ ഈ കറി ഒത്തിരി മഞ്ഞയായിട്ടിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും ഒരു കുറച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റൊക്കെ മിക്സ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം, അത് ചൂടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ട് വേണം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതുപോലത്തെ കറികളൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ്. അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ തന്നെ ഉണ്ടാക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇതൊന്ന് വറുത്തെടുക്കണം, ഒരു ഡീപ്പ് ഫ്രൈ പോലെ നമുക്ക് എടുക്കണം. അതുകൊണ്ട് കുറച്ച് എണ്ണ കൂടുതൽ വേണം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ഇപ്പോൾ ഒരുവിധം ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ചൂടിലിരുന്നാൽ മതി, ഒത്തിരി ചൂടായിരിക്കരുത്. അപ്പോൾ ഇപ്പം ചൂടായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്കയുടെ ഒരു പകുതി ഇതിനകത്തേക്ക് ഇടാം. നമുക്ക് ഈ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനൊരു 10 മിനിറ്റോളം എടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അത് വറുത്തെടുത്താൽ പിന്നെ നമുക്കെല്ലാം എളുപ്പമാണ്. ഇപ്പോൾ ഇതൊരു 1/2 വേ ആയിട്ടുണ്ട്, പക്ഷേ ഇത് പോരാ, കുറച്ചുകൂടി ആകണം. അല്ലെങ്കിൽ ഈ വെണ്ടയ്ക്കായ്ക്ക് ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അത് നമ്മൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുന്നത്. ഒരു കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മൂക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, അതിനൊരു ക്രിസ്പിനെസ്, അതൊരു നമ്മളിത് ഇളക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പേപ്പർ ടവലിലേക്ക് നമുക്കൊന്ന് കോരി വെക്കാം. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ നമുക്ക് വലിഞ്ഞു പൊക്കോളുമല്ലോ. നമ്മൾ കഴിവതും എണ്ണയൊക്കെ കുറച്ച് ആണ് ഉപയോഗിക്കേണ്ടത്, അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അല്ലേ? അപ്പോൾ ബാക്കി കൂടി ഞാനിതിനകത്തേക്ക് വറക്കാനിടുകയാണ്. ഒരു വലിയ പാൻ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ച് വറക്കാമായിരുന്നു.
പക്ഷേ ചെറിയ പാനാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെറിയ പാൻ എടുത്തത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അതുകൂടി നമുക്കങ്ങ് കോരി വെക്കാം. അപ്പോൾ ഈ ബാക്കിയുള്ള എണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് ബാക്കി കടുകൊക്കെ പൊട്ടിക്കാം. പക്ഷേ ഇപ്പോൾ ഈ മഞ്ഞളിൻ്റെ കളറുള്ളതുകൊണ്ട് കറിക്കൊരു യെല്ലോയിഷ് കളർ വരും. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത്. ഞാനിത് മാറ്റിയിട്ട് വേറെ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മുഴുവൻ തന്നെ ഈ വെണ്ടയ്ക്ക മുഴുവൻ തന്നെ അങ്ങ് എടുത്ത് വെക്കാം. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മൾ ഈ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ അങ്ങ് പൊടിഞ്ഞു പോരും. അതുപോലെ നന്നായിട്ട് ക്രിസ്പിയാണ്. ഇനി നമുക്കതിൻ്റെ അരപ്പ് ശരിയാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയ മിക്സിക്കകത്ത് ഒരു തേങ്ങ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും പിന്നെ പച്ചമുളകും ഇടുകയാണ്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് ഇടുക. അതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇടുകയാണ്. ഒത്തിരി കടുക് ഇടണ്ട, കുറച്ച് കടുക് ഇട്ടാൽ മതി. അതും പിന്നെ ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കാരണം അത് ലൂസായി പോവും. ഈ അരപ്പ് നല്ല തിക്കായി തന്നെ നമുക്ക് കിട്ടണം. ഇത് കണ്ടോ, നല്ലതായിട്ട് ഞാനിത് അരച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ തേങ്ങ അരച്ചെടുക്കാൻ. അപ്പോൾ ഈ പാനിനകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇടണം. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ കടുക് അതിനകത്തേക്ക് ഇടുകയാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണക്കമുളക് ഇടുക. അപ്പോൾ ഈ ഉണക്കമുളക് ഞാനിപ്പോൾ അങ്ങ് ചേർക്കുകയാണ്. അതെല്ലാം നമുക്കൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് മൂക്കുന്നതിന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഈ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഉടനെ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കുറച്ച് നേരം അതൊന്ന് ഇളക്കണം. അപ്പോൾ നമുക്ക് ഈ അരപ്പ് ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് കുറച്ച് നേരം നമ്മൾ ഈ അരപ്പ് ഈ കടുക് പൊട്ടിച്ചതിനകത്തിട്ട് ഇളക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്താൽ മതി. അപ്പോഴത്തേനും ഇത് റെഡി ആയിക്കോളും. അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് അതിനകത്തേക്ക് ചേർക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി തൈര് അതിനകത്തേക്ക് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ തൈര് മുഴുവനും അതിനകത്തേക്ക് ചേർക്കാം. ഇതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെയാണ് തൈരിരിക്കുന്നത്. അത് ആ അരപ്പിനകത്തേക്ക് നമുക്ക് ചേർക്കാം. അതിനുശേഷം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അരപ്പും തൈരും എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടി ഇതൊന്ന് ഇളക്കാം നമുക്ക്. ഞാൻ ഇതുവരെ അതിനകത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. കുറച്ച് ഉപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ, കാരണം വെണ്ടയ്ക്കകത്ത് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ കൂടുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം മതി നമുക്ക് പിന്നെ ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അത് സാരമില്ല, നമുക്ക് പിന്നെ ചേർക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യണം.
നമ്മൾ കറിയൊക്കെ കൂട്ടുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഇങ്ങനെ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ആ വെണ്ടയ്ക്കായുടെ ആ ക്രിസ്പിനെസ്സൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ ഒത്തിരി നേരത്തെ ഇട്ടാൽ അത് ഒത്തിരി അങ്ങനെ തണുത്ത് പോകും. അതുകൊണ്ട് ഈ കുറച്ച് മുമ്പ് തന്നെ ഇടുന്നതാണ് അത് നല്ലത്. അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഒരു കുറച്ച് കുറവുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പുകൂടി ഞാൻ ചേർക്കുകയാണ്. അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കക്കറി ഓൾമോസ്റ്റ് റെഡിയായി. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂട്ടി നോക്കുക കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ ഈ വെണ്ടയ്ക്ക പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് തീർച്ചയായിട്ടും ഈ വെണ്ടയ്ക്ക പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു.